ഡിയർ സ്റ്റുഡൻസ്, അർഗാമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ. നമ്മുടെ എക്സാം ഇതാ അടുത്തെത്താനായില്ലേ. ഇനി വിരലിലെണ്ണാവുന്ന ദിവസങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. അപ്പൊ എക്സാമിനോടനുബന്ധിച്ച് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മിസ്സേ ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒന്ന് പറഞ്ഞുതരും. അത് പറഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ പഠിക്കാനൊരു ഇൻട്രസ്റ്റും അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി പഠിക്കാമായിരുന്നു എന്നുള്ള എപ്പോഴും ചോദിക്കുന്ന, ലൈവിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇന്ന് നമുക്ക് വെയിറ്റേജിനെ കുറിച്ച് പറഞ്ഞാലോ. ഓരോ ചാപ്റ്ററിന്റെ വെയിറ്റേജ് കൃത്യമായിട്ട് പറയാം. ഇനിയിപ്പോ വെയിറ്റേജ് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാവണ്ട. അപ്പൊ എങ്ങനെയാ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ മക്കളെ, നമുക്ക് 18 ചാപ്റ്റർ ആണ് എക്സാമിനുള്ളതെന്ന് അറിയാലോ. 1-2 ചാപ്റ്റേഴ്സ് അല്ല, 18 ചാപ്റ്റർ ആണ് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട്. പറഞ്ഞു പേടിപ്പിക്കല്ല, പക്ഷെ പഠിക്കണം. അതിന് വേണ്ടിയിട്ടാട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഏതാ? ചലഞ്ചസ് ഓഫ് നാഷൻ ബിൽഡിംഗ് ആണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. ഇവിടെ രാജ്യം ഫേസ് ചെയ്യുന്ന ചലഞ്ചസുകളും 3 ചലഞ്ചസുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? അതിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? വിഭജനത്തെ കുറിച്ച്, പാർട്ടീഷനെ കുറിച്ച്, അതിനുശേഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അവിടെ എത്രയാ വെയിറ്റേജ്? 6 ആണ് കേട്ടോ. എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്റർ. രണ്ടാമത് ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഇവിടെയാണ് നമ്മുടെ കോൺഗ്രസിന്റെ ഡോമിനൻസിനെ കുറിച്ച്. ആദ്യത്തെ 3 ജനറൽ ഇലക്ഷനും കോൺഗ്രസിന് എന്തുകൊണ്ടാണ് ഡോമിനൻസ് ഉണ്ടായത്, പിന്നെ ഫസ്റ്റ് ഇലക്ഷനെ കുറിച്ചൊക്കെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് ഇറ ഓഫ് വൺ പാർട്ടി ഡോമിനൻസ്. ഇവിടെ നമുക്ക് 4 ആണ് വെയിറ്റേജ്. മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ വരുമ്പോൾ പൊളിറ്റിക്സ് ഓഫ് പ്ലാൻ ഡെവലപ്മെന്റ്. ഇവിടെ 5 ആണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ ഗ്ലോബലൈസേഷനെ കുറിച്ചിട്ട് 5 ഇയർ പ്ലാന്, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ, ഇതെല്ലാം നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കുക. അത് നമുക്ക് എന്തായാലും എക്സാമിന് വരുന്നതാണ് മിസ് പറഞ്ഞിരുന്നത്. പിന്നെ വരുന്നത് ഇന്ത്യയുടെ എക്സ്റ്റേണൽ റിലേഷൻ. ഇവിടെയും 5 ആണ് വെയിറ്റേജ് വരുന്നത്. ഇവിടെ ഇന്ത്യ ചൈന വാർ നടക്കുന്നുണ്ട്, ആ ചാപ്റ്റർ ആണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യും? എസ് എക്ക് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അതൊക്കെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. പിന്നെ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ചലഞ്ചസ് ടു റീസ്റ്റോറേഷൻ ഓഫ് കോൺഗ്രസ് സിസ്റ്റം. കോൺഗ്രസ് സിസ്റ്റം ഫേസ് ചെയ്ത ചലഞ്ചസുകളും പിന്നീട് റീസ്റ്റോർ ചെയ്തതും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ. അവിടെ 5 തന്നെയാണ് വെയിറ്റേജ്. 6ലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ക്രൈസിസ് ഓഫ് ഡെമോക്രാറ്റിക് ഓർഡർ. അവിടുത്തെ വെയിറ്റേജ് എത്രയാണ്? 6 ആണ്. എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ എസ് എ ക്വസ്റ്റ്യൻ ഉള്ളത്. ഏതാണ്? എമർജൻസി, അടിയന്തരാവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് ചോദ്യങ്ങൾ വരുന്ന പാഠഭാഗമാണ് നമ്മുടെ 6ാമത്തെ ചാപ്റ്റർ. ഇനി 7ാമത്തേലേക്ക് വരുന്ന സമയത്ത് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് ആണ്. ഇവിടെ നമുക്ക് ചിപ്കോ മൂവ്മെന്റ്, നർമ്മദ ബച്ചാവോ ആന്തോളൻ, അതേപോലെ ആന്റി അറാക്ക് മൂവ്മെന്റ്, ഭാരതീയ കിസാൻ യൂണിയൻ പഠിച്ചത് ഓർമ്മയില്ലേ? ദളിത് പാന്തേഴ്സ്, അതൊക്കെ വരുന്ന ചാപ്റ്റർ ആണ് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ്. 3 ആണ് വെയിറ്റേജ്. അടുത്ത നമ്മുടെ 8ാമത്തെ ചാപ്റ്ററിന് 5 ആണ് വെയിറ്റേജ്. റീജിയണൽ ആസ്പിരേഷനാ. ചാപ്റ്ററിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന് ഓർമ്മയില്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ, അതേപോലെ തന്നെ പഞ്ചാബ് അക്കൗണ്ടിനെ കുറിച്ച് പഠിച്ചില്ലേ? അത് തന്നെ രാജീവ് ഗാന്ധി ലോങ് വാൾ അക്കൗണ്ട്. പിന്നെ എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ആസാം അക്കൗണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. പഠിച്ചിട്ടുണ്ട്. അതൊക്കെ അതിലാണ് കേട്ടോ വരുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കണം. അതേപോലെ ഇന്ദിരാഗാന്ധി മരിച്ചുപോയതിനെ കുറിച്ചൊക്കെ പറയുന്ന, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ കുറിച്ചൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ ആണ് അല്ലേ? റീജിയണൽ ആസ്പിരേഷൻ, പിന്നെ നമ്മൾ ഈസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. നമുക്ക് 4 ടെൻഷൻ പോയിന്റ്സ് ഉണ്ടെന്നും, ജമ്മു കാശ്മീർ, അതേപോലെ തന്നെ നമ്മൾ ദ്രാവിഡർ മൂവ്മെന്റിനെ കുറിച്ചിട്ട്, പഞ്ചാബിലെ ക്രൈസിസിനെ കുറിച്ചിട്ടൊക്കെ, നോർത്ത് ഈസ്റ്റിലെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ പഠിച്ചൊരു ചാപ്റ്റർ ആണത്. ഓക്കെ, അപ്പൊ അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം? ആ ചാപ്റ്റർ പഠിക്കണം. അവിടെ വെയിറ്റേജ് എത്രയാണ് വരുന്നത്? 5 ആണ്. ഇനി റീസൺ ഡെവലപ്മെന്റ് ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ ഇവിടെ 5 ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഒന്ന്, നമ്മൾ പുതിയൊരു എക്കണോമിക് പോളിസി തുടങ്ങിയത്, മണ്ഡൽ ഇഷ്യൂ ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വന്നത്, ബാബറി മസ്ജിദ് പള്ളി പൊളിച്ചത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരുന്ന ചാപ്റ്റർ ആണ് അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്ട്രെസ് ചെയ്ത് നോക്കണം. 4 ആണ് വെയിറ്റേജ് വരുന്നത്. ഇനി നമ്മൾക്ക് ബാക്കിയുള്ള 9 ചാപ്റ്റേഴ്സിനെ കുറിച്ച് പറയാം. കോൾഡ് വാർ എന്ന് പറഞ്ഞ ചാപ്റ്റർ 3 വെയിറ്റേജ് വരുന്നുള്ളൂ. അവിടെ എന്താണ് കോൾഡ് വാർന്നും ക്യൂബൻ മിസൈൽ ക്രൈസിസും പഠിച്ചാൽ മതി. പക്ഷേ എൻഡ് ഓഫ് ബൈപോളാരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ 5 വെയിറ്റേജ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? കോൾഡ് വാറിൽ സൂപ്പർ പവർ ആയിരുന്ന US-ഉം USSR-ഉം 2ാമത്തെ ചാപ്റ്റർ, അതായത് എൻഡ് ഓഫ് ബൈപോളാരിറ്റി എത്തുന്ന സമയത്ത് എന്ത് ചെയ്തു? എന്ത് സംഭവിച്ചു? അതിലൊരാള് പോയി. ആരാ പോയത്? കമന്റ് ചെയ്യണം കേട്ടോ. ആരാണ് ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയെന്നുള്ളത് കമന്റ് ചെയ്യാം. ആൻഡ് എൻഡ് ഓഫ് ബൈപോളാരിറ്റിയിൽ ഒരു ആള്, US-ഉം USSR-ലും ഒരാൾ ഡിസിൻറ്റഗ്രേറ്റ് ആയി പോയി. അത് ആരാന്ന് കമന്റ് ചെയ്യണം. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ ദ എൻഡ് ഓഫ് ബൈപോളാരിറ്റി. 5 ആണ് വെയിറ്റേജ് ആയിട്ട് വരുന്നത്.
അതിനുശേഷം US ഹെജുമണീനെ കുറിച്ച് പറയുന്ന ചാപ്റ്റർ ആണ്. US-ന്റെ 3 ഹെജുമണീസ് പറയുന്നുണ്ട് അല്ലെ. ഹാർഡ്, സോഫ്റ്റ്, കൾച്ചറൽ. അവിടെ എത്ര വെയിറ്റേജ്? 4 ഈ നമ്മളെ ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ. ഇവിടെ ചൈന ഒരു ഓൾട്ടർനേറ്റീവ് സെന്റേഴ്സ് ഓഫ് പവർ ആയി വരുമോ? വരില്ലേ? അങ്ങനെ കുറെ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു essay ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. 6 മാർക്കാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മളെ കോണ്ടംപററി സൗത്ത് ഏഷ്യയിലേക്ക് വരുന്ന സമയത്ത് 4 വെയിറ്റേജ്. അവിടെ നമ്മൾ പാകിസ്ഥാനില് ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായ പ്രശ്നങ്ങൾ, എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്തത്, അതേപോലെ തന്നെ ഡെമോക്രസി, മൊനാർക്കി, അങ്ങനെയുള്ള ഒരുപാട്, അതായത് ഇന്ത്യയുടെ സൗത്ത് ഏഷ്യൻ കൺട്രീസിൽ ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിൽ നേപ്പാളിനെ കുറിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ആളുകളെ കുറിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുന്നുണ്ട്. 4 വെയിറ്റേജ്. ഇനി നമ്മൾ ഇന്റർനാഷണൽ ഓർഗനൈസേഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ 5. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്? പറഞ്ഞേ. നമ്മളെ UNO കുറിച്ച് പഠിച്ചു. ലീഗ് ഓഫ് നാഷന്റെ സക്സസർ ആണ് UNO എന്ന് പറഞ്ഞു. ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതല്ലാത്ത ഇന്റർനാഷണൽ ഓർഗനൈസേഷനും UNOയുടെ 6 പ്രിൻസിപ്പൽ ഓർഗൻസും നമ്മൾ പഠിച്ചത് ഈ ചാപ്റ്ററിലാണ്. ഇവിടെ വരുന്ന വെയിറ്റേജ് എത്രയാണ്? 5 കേട്ടോ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി സെക്യൂരിറ്റി ഇൻ ദ കോണ്ടംപററി വേൾഡിൽ നമുക്ക് 3 വെയിറ്റേജ് വരുന്നുള്ളൂ. അവിടെ നമ്മൾ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റിയും നോൺ ട്രഡീഷണൽ നോഷൻ ഓഫ് സെക്യൂരിറ്റിയും പറഞ്ഞു കൊടുത്താൽ മതി. ഇനി എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസിൽ 4 വെയിറ്റേജ് വരുന്നത്. ഇവിടെയാണ് കോമൺ ബട്ട് ഡിഫറൻഷ്യൽ റെസ്പോൺസിബിലിറ്റി പഠിച്ചത് ഓർമ്മയില്ലേ? എർത്ത് സമ്മിറ്റ്, റിയോ ഡി ജനേറിയോ, കൊയോട്ടോ പ്രോട്ടോകോൾ, ഇതൊക്കെ വരുന്നത് എവിടെയാണ്? നമ്മളെ 8ാമത്തെ, അതായത് എൻവയോൺമെന്റ് ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറഞ്ഞ 4 വെയിറ്റേജ് വരുന്നതിലാണ്. അടുത്തത് ഗ്ലോബലൈസേഷൻ ആണ്. എന്താണ് ഗ്ലോബലൈസേഷനും ഗ്ലോബലൈസേഷന്റെ 3 കോൺസിക്വൻസസും നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് 3 വെയിറ്റേജും അവിടെ സെറ്റ് ആക്കാം. അപ്പൊ ഇനി വെയിറ്റേജ് അറിയാത്തതിന്റെ പേരിൽ മാർക്കൊന്നും കിട്ടാനോ അല്ലെങ്കിൽ എക്സാമിന് എഴുതാനോ ബുദ്ധിമുട്ടൊന്നും എൻ്റെ മക്കൾക്ക് ഉണ്ടാവരുത്. അപ്പൊ വെയിറ്റേജ് ഒക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള നമ്മളെ സെക്ഷനിലും കോണ്ടന്റും ലൈവ് ഒക്കെ സ്ഥിരമായിട്ട് കാണാം. അതേപോലെ തന്നെ മക്കൾക്ക് ഇനി ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ. മിസ് അതിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ പറയുന്ന ഒരു കോണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് റോബർട്ട്സ് വീഡിയോ. Thanks for watching us, dears.